പ്രൈസ് ഗാഡ്. മക്കളെ, ഇന്ന് സിസ്റ്റർ നിങ്ങളോട് പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കണം. ഓക്കെ? നമ്മുടെ ഓരോ ചിന്തകളും, നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും. അതായത് ഒരു ദിവസം നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, ഏറ്റവും കൂടുതൽ തവണ ചിന്തിക്കുന്നത് നമ്മൾ പറയുന്ന വാക്കുകൾ. ഓക്കെ? ഈ വാക്കുകൾ നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ തീരുമാനത്തെ രൂപപ്പെടുത്തും. കിട്ടിയോ? ഉദാഹരണത്തിന് നമ്മൾ ഒരു ദിവസം ഒരു മനുഷ്യനെ എടുക്കുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ പോസിറ്റീവ് ചിന്തകൾ. ഉദാഹരണം, ഞാൻ മിടുക്കനാണ്, പ്രശ്നങ്ങൾ കുറേ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഐ ആം സ്മാർട്ട്, ഐ ആം ഗുഡ്. ഓക്കെ, ഫാമിലീസ്, എൻ്റെ ഫാമിലി നല്ല ബ്യൂട്ടിഫുൾ ആണ്, അവർ സ്നേഹിക്കും. ഇച്ചിരി പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് എൻ്റെ ഫാമിലി ഇഷ്ടമാണ്. ഓക്കെ, എൻ്റെ ദൈവം എന്നെ സഹായിക്കും. ഇപ്പം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും ദൈവം നമ്മളെ കൈവിടില്ല, തുണയ്ക്കും, നമ്മൾ രക്ഷപ്പെടും. ഓക്കെ, ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അത് പോസിറ്റീവാണ്. ഓക്കെ, അങ്ങനെയാണ് നിങ്ങളെങ്കിൽ കൺഗ്രാറ്റ്സ് കേട്ടാ. നിങ്ങൾ ഏത് ചപ്പിലിട്ടാലും ചവിട്ടി കയറിക്കോളൂ. എന്നാൽ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് നെഗറ്റീവ് വാക്കുകൾ. ഓക്കെ, നെഗറ്റീവ് ചിന്തകൾ. ഉദാഹരണത്തിന്, എനിക്ക് ഒരു ഫ്രണ്ട്സും ഇല്ല, എന്നെ എപ്പോഴും പറ്റിക്കപ്പെടും, എവിടെ പോയാലും ഞാൻ പറ്റിക്കപ്പെടും, എനിക്ക് നല്ല കൂട്ടുകാരില്ല, ആരും എന്നെ മനസ്സിലാക്കത്തില്ല, വീട്ടിലായാലും മനസ്സിലാക്കില്ല, ജോലിക്ക് പോയാലും ഒന്നും പച്ച പിടിക്കുന്നില്ല, ഒന്നും ശരിയാകുന്നില്ല, എന്താ ചെയ്യുക, എൻ്റെ വിധി, നമുക്കാരുമില്ല. ഓക്കെ, ഇതുപോലത്തുള്ള ചിന്തകളാണെങ്കിൽ അത് നെഗറ്റീവാണ്, അത് അത്ര ശരിയല്ല. മക്കളൊന്ന് ശ്രദ്ധിക്കണം, സിസ്റ്റർ പറഞ്ഞുതരാം. ഓക്കെ, കാരണം ഇത്തരം ചിന്തകൾ നമ്മളെ ഉയർത്തില്ല, ഉയർപ്പിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കുഞ്ഞു മക്കളാണെങ്കിൽ ചിലപ്പോൾ ഈ നെഗറ്റീവ് ചിന്തകളുടെ കൂട്ടത്തിൽ പെടുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് കണക്ക് ഇഷ്ടമില്ല. ഓക്കെ, നമുക്ക് മലയാളം ഇഷ്ടമാണ്, ഇംഗ്ലീഷ് ഇഷ്ടമാണ്, കെമിസ്ട്രി ഇഷ്ടമാണ്, പക്ഷെ കണക്ക് അത്ര പോരാ, ഒരു വിഷയത്തിനോട് നമുക്ക് ഇഷ്ടക്കുറവ്. അപ്പം നമ്മുടെ മനസ്സിൽ വരാൻ സാധ്യതയുള്ള ചിന്തയാണ് കണക്ക് എനിക്കിഷ്ടമില്ല, കണക്ക് എനിക്ക് മനസ്സിലാകില്ല, എത്ര പഠിച്ചാലും എൻ്റെ തലയിൽ ഇരിക്കത്തില്ല, എക്സാമിന് ഏറ്റവും കുറവ് മാർക്ക് കണക്കിനാണ്, കണക്ക് ടീച്ചറും കൊള്ളത്തില്ല. ഓക്കെ, ഇങ്ങനത്തെ ചിന്തകളാണ് വരുന്നതെങ്കിൽ അത് നെഗറ്റീവാണ്. ഇനി വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സ്റ്റേജ്. മക്കൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസൊക്കെ കാണുമല്ലോ, നമ്മൾ പ്രോഗ്രാമിനൊക്കെ പോകും. അപ്പം നമുക്കും ആഗ്രഹമുണ്ട് ഉള്ളിൽ പ്രോഗ്രാമിന് പോകണം, വലിയ സ്റ്റേജിലൊക്കെ നിൽക്കണം, മൈക്ക് പിടിക്കണം, സംസാരിക്കണം, ഒരു ട്രോഫിയൊക്കെ വാങ്ങണം ഒക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞാൽ മൈക്ക് പിടിക്കാൻ പേടിയാണ്. ഓക്കെ, ഒരു സിമ്പിൾ ഒരു വെൽക്കം സ്പീച്ച് പറയാൻ, അല്ലെ ഒരു നന്ദി പറയാൻ, അല്ലെ നമ്മുടെ ഉള്ളിൽ ആശയം മൈക്ക് പിടിച്ച് നേരെ നിന്ന് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയാം, എനിക്ക് അതുമാത്രം തരരുത്, അതുമാത്രം ടീച്ചറെ എന്നെ ഏൽപ്പിക്കരുത്, ഞാൻ കസേര പറക്കിയിടാം, ഓക്കെ, അടുക്കിയിടാം, വേണമെങ്കിൽ ഞാൻ ഇൻസ്റ്റയിൽ സംഭവങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം, ഞാൻ വേണമെങ്കിൽ ആനിമേഷൻ ചെയ്യാം, സ്റ്റാറ്റസ് വീഡിയോ ഉണ്ടാക്കാം, ഇതൊക്കെ ഞാൻ ചെയ്യാം, പക്ഷേ മൈക്ക് പിടിക്കാൻ മാത്രം മിസ് പറയരുത്. ഓക്കെ, അങ്ങനെ പറയാൻ സാധ്യതയില്ലേ, ചിന്തിക്കാൻ സാധ്യതയില്ലേ? അപ്പോൾ ഇത് വേറൊരു ചിന്ത. ഇനി ഒരു ഉദാഹരണം കൂടി പറയാം. ഇപ്പം ശരീരം. ഓക്കെ, നമ്മൾ പലരെയും കാണുന്നതാണല്ലോ. അപ്പോൾ അവരുടെ കൊള്ളാം, ഇവർ കൊള്ളാം, എൻ്റേത് മാത്രം കൊള്ളത്തില്ല, എൻ്റേതായ എന്താ ഇങ്ങനെയായി, അമ്മ എന്താ ഇങ്ങനെ ഞാൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നമ്മളോട് തന്നെ ഒരു അസ്വസ്ഥത, ഒരു ഇഷ്ടക്കേട് തോന്നാം. ഓക്കെ, ഇതൊക്കെ ഏത് ഭാഗത്ത് വരും? നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തകൾ. ഈ ചിന്തകളാണ് ഇങ്ങനെ നമ്മളിങ്ങനെ അയവിറക്കി ചിന്തിക്കുകയാണെങ്കിലോ ക്രമേണ നമ്മൾ ആ ഫ്ലോയിൽ വീഴും. അപ്പോൾ എവിടെ പോയാലും എത്ര വളർന്നാലും നെഗറ്റീവും നമ്മളോടൊപ്പം വളരും. അപ്പോൾ ഉദാഹരണം, ആദ്യത്തെ എക്സാമ്പിളിൽ കണക്ക്. 2ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിൽ പറഞ്ഞു കണക്ക് എനിക്ക് പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ 10ാം ക്ലാസ്സിൽ വരുമ്പോഴോ 8ാം ക്ലാസ്സിൽ വരുമ്പോഴോ കണക്ക് തന്നെ പ്രശ്നം. ഇനി കുറച്ചുകൂടി മുതിർന്ന് ജോലിയൊക്കെ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ നല്ല ഹയർ ക്വാളിഫിക്കേഷന് പോകുമ്പോൾ അവളെന്ത് പറയും, കണക്കില്ലാത്ത സബ്ജക്ട്സ് തിരഞ്ഞെടുക്കും. അപ്പം പ്രയോറിറ്റി ലിസ്റ്റ് എടുക്കുമ്പോൾ കണക്ക് പാവം ഏറ്റവും ലാസ്റ്റിലോ അങ്ങനെ 1, 2 സ്ഥാനത്ത് വരാൻ സാധ്യത കുറവാണ്, അല്ലേ? ഇനി നമ്മളൊരു ജോലിക്ക് പോകുമ്പോൾ കണക്കില്ലാത്ത മേഖലകൾ തിരഞ്ഞെടുക്കാൻ സാധ്യതയില്ല, അല്ലേ? ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതത്ര നമ്മളെ സിസ്റ്റർ പറഞ്ഞതുപോലെ നമ്മൾ ഉയർപ്പിക്കത്തില്ല. മക്കളെ, നമ്മൾ ഈശോയുടെ മക്കളാണ്. ഓക്കെ, പുകഞ്ഞ് ജീവിക്കേണ്ടവരല്ല, ചപ്പിലിട്ടാലും ചവിട്ടിക്കയറേണ്ടവരാണ്. നമ്മൾ ചിതലരിച്ച് ഇങ്ങനെ ലോ ലെവലിൽ ജീവിക്കേണ്ടവരല്ല, ചിറകട്ടിച്ചുയരേണ്ടവരാണ്. ഓക്കെ, അതിനുള്ള പവറും കപ്പാസിറ്റിയും നമ്മുടെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ദൈവം വലിയവനാണ്, ജീവിക്കുന്ന ദൈവമാണ്. കൂടെ ചേർത്ത് പിടിച്ചാൽ മതി, അത്ഭുതങ്ങൾ ഈ ചെറിയവരായ നമ്മളിലൂടെ പ്രവർത്തിപ്പിക്കാൻ പറ്റും, ഉറപ്പ്.
ഓക്കെ. അപ്പോൾ അതിനുള്ള കുറച്ച് വഴികൾ പറഞ്ഞേട്ടെ, ടിപ്സ്, ജീവിതം കുറച്ചുകൂടി മധുരമാക്കി തീർക്കാൻ, ഫീൽഡ് ഔട്ട് ആകാതിരിക്കാൻ. ഫീൽഡ് ഔട്ട് എന്ന വാക്ക് കേട്ടിട്ടില്ലേ? നമ്മൾ ചില മേഖലകളിൽ ഇപ്പോൾ ഫുട്ബോൾ ആയാലും സിനിമ ഫീൽഡിലായാലും ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ? അവർ പണ്ടത്തെ ആൾക്കാരാ, പ്രായമൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോഴും ജില്ലായിട്ടാണ് അവർ ആ ഫീൽഡ് ഔട്ട് ആകാതെ നിൽക്കുന്നത്. എന്തുകൊണ്ടാ? അവരുടെ സ്ഥാനത്ത് പുതിയ തലമുറ വന്നു, പുതിയ ടെക്നോളജി വന്നു, മെത്തഡോളജി വന്നു, എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ ക്രിയേറ്റിവിറ്റി, പക്ഷേ സ്റ്റിൽ അവർ ഡിമാൻഡഡ് ആൾക്കാരാണ്. എന്തുകൊണ്ടാ? അവരുടെ ചിന്ത, അവരൊരു തീരുമാനമെടുത്തു, എനിക്ക് ഫീൽഡ് ഔട്ട് ആകാൻ താല്പര്യമില്ല, അതിനുവേണ്ടി അവർ വർക്കൗട്ട് ചെയ്യുന്നു, അവരിന്നും നിൽക്കുന്നു, അല്ലേ? ഓക്കെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇനി സംസാരിക്കാൻ പോണത് ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ? നമ്മൾ ഫീൽഡ് ഔട്ട് ആകാതിരിക്കാൻ, നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ. ഓക്കെ. ഫീൽഡ് ഔട്ട് ആകാതിരിക്കാൻ, ജീവിതം കുറച്ചുകൂടി മധുരമാക്കാൻ, രുചിയുള്ളതാക്കാൻ എന്തൊക്കെ ചെയ്യണം? ഒരു 4 കാര്യങ്ങൾ. ഓക്കെ, വെറും 4 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഒരു ദിവസം എടുക്കുമ്പോൾ കൂടുതൽ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. ഒരു 3 ദിവസം കോൺഷ്യസ് ആയിട്ട് പരിശ്രമിച്ചാൽ മതി, പിന്നെ ക്രമേണ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. ഓക്കെ, 3 ദിവസം. ഓക്കെ, മരുന്ന് കഴിക്കും പോലെ ഒന്ന് ട്രൈ ചെയ്താൽ മതി. ഓക്കെ, എന്താണ്? പോസിറ്റീവായിട്ട് ചിന്തിക്കാം. നേരത്തെ നമുക്ക് പഴയ എക്സാമ്പിൾ തന്നെ എടുക്കാം. കണക്ക് ബുദ്ധിമുട്ടുള്ള കുഞ്ഞ് പറയുവാണ്, എനിക്ക് കണക്ക് ഇഷ്ടമാണ്, കണക്ക് നല്ല സബ്ജക്റ്റാണ്, ബുദ്ധിമാർക്കുള്ളതാണ്, ഇവർക്കൊക്കെ പറ്റുമെങ്കിൽ എനിക്കും പറ്റും, ഞാൻ ജയിക്കും, കണക്കിന് ഇത്ര ഞാൻ മാർക്ക് വാങ്ങിച്ചിരിക്കും. ഓക്കെ, ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ എന്നാ ചെയ്യും? അത് ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരും. ഓക്കെ, നമ്മുടെ ബ്രെയിനും കേൾക്കുമല്ലേ, ബ്രെയിനും അതനുസരിച്ച് സ്ട്രക്ചർ മാറും, നമ്മളെ സഹായിക്കും. ഓക്കെ, പറയുന്നു. ഇനി അഥവാ ചിലവർക്ക് ഇപ്പോൾ വിഷയം പോട്ടെ, ചിലപ്പോൾ നെഗറ്റീവ് ചിന്തകൾ, നമുക്ക് ഒത്തിരി സങ്കടമൊക്കെ തന്ന ആൾക്കാർ, ട്രോമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയും, നമ്മൾ എത്ര ശ്രമിച്ചാലും അതിങ്ങനെ തികട്ടി വരും. അപ്പോൾ ചെയ്യേണ്ടത് എന്നാണെന്നറിയോ? ഒരു സൈക്കോളജിക്കൽ ടിപ്പാണ്. നമ്മുടെ തുടയിൽ ഇങ്ങനെ ഒരു ചെറുതായിട്ടൊന്നൊരു അടി കൊടുക്കണം. ഓക്കെ, ഒരു ടാപ്പ് ചെയ്യണം. അപ്പോൾ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് ഡൈവേർട്ട് ആവും, നമ്മുടെ ഫോക്കസ് മാറും. അതുവരെ നമ്മൾ എന്താ ഇങ്ങനെ എനിക്ക് മാത്രം ഇങ്ങനെ, കൂട്ടുകാരെല്ലാം ഓക്കെയാണ്, എനിക്ക് മാത്രം പറ്റില്ല, ഈ ചിന്തയാണ് നടക്കണമെങ്കിൽ പെട്ടെന്ന് നമ്മളൊരു തുടയിൽ ഒരു തട്ട് കൊടുക്കുമ്പോൾ ചിന്ത മാറും. ഓക്കെ, അങ്ങനെ ചിന്തകൾ വരുവാണെങ്കിൽ നമ്മളിങ്ങനെ തട്ടുന്നു, വീണ്ടും വരും, വീണ്ടും ഒരു തട്ട് കൊടുക്കുക, വീണ്ടും മാറും. ഒക്കെ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമ്മളെ മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് പോസിറ്റീവിൽ കൊണ്ടുവരാം. ചെയ്യാം. ഇനി ഇതിനോടൊപ്പം വേറൊരു സംഭവം കൂടി പറഞ്ഞുതരാവേ. സിസ്റ്ററിൻ്റെ കോൺവെൻറ്റിൽ ഇപ്പം പുതിയതായിട്ട് ഒരു സിസ്റ്റർ മാറ്റം കിട്ടി, സിസ്റ്റർ വന്നായിരുന്നു. അപ്പോൾ സിസ്റ്ററുമായിട്ട് ഇങ്ങനെ കുറേ സംസാരിക്കുമ്പോൾ സിസ്റ്റർ ഭയങ്കര പ്രിൻസിപ്പളും സുപ്പീരിയറൊക്കെ ആയിരുന്നു, വലിയ പൊസിഷനാണ്. അപ്പോൾ ശത്രുക്കളുടെ എണ്ണം കൂടാൻ സാധ്യതയില്ലേ? ഇഷ്ടക്കേടില്ലാത്ത ആൾക്കാരെ വരാൻ സാധ്യതയുണ്ട്, മുറിവുകളൊക്കെ അറിയാതെയൊക്കെ കിട്ടും. അപ്പോൾ സിസ്റ്ററിന് ഇങ്ങനെ വിഷമം വരുമ്പോൾ സിസ്റ്റർ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുക. അതായത് എപ്പോഴൊക്കെ നമ്മളെ വേദനിപ്പിച്ച ആൾക്കാർ, വേദനിപ്പിച്ച സംഭവം, സ്ഥലം, ആ സ്പോട്ട്, ആ വാക്കുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ സിസ്റ്റർ ഉടനെ ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലും. ഒക്കെ അത്രേ ഉള്ളൂ. എപ്പോഴൊക്കെ ഈ ചിന്ത വരുന്നുണ്ടോ അപ്പോഴൊക്കെ ഒരു പ്രാർത്ഥന. കാരണം അതൊക്കെ വേസ്റ്റാണ് മക്കളെ. എന്തിനാ വെറുതെ നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുന്നത്? ആവശ്യമില്ലാത്ത സാധനങ്ങൾ അതിനൊക്കെ കൊടുത്ത് നമ്മൾ പറഞ്ഞു വിടണം. അപ്പോൾ ഈ സിസ്റ്റർ ഉപയോഗിക്കുന്നത് ഒരു നന്മ നിറഞ്ഞ മറിയമേ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കും. ഓക്കെ, ഒന്നാമത്തെ ടിപ്പ് റെഡിയായി. ഇനി രണ്ടാമത്തേത്, നന്ദി പറയാൻ ഒരു കാരണത്തിന് വേണ്ടി കാത്തിരിക്കരുത്. എന്താ? നന്ദി പറയാൻ, ദൈവത്തിന് നന്ദി പറയാൻ ഒരു കാരണത്തിന് വേണ്ടി കാത്തിരിക്കരുത്. അതായത് ഓക്കെ, ഒരു അപകടം പറ്റാൻ ഇങ്ങനെ വണ്ടി നമ്മളിങ്ങനെ കൂട്ടിയിടിക്കാൻ സാധ്യത ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് തെന്നി മാറി നമ്മൾ രക്ഷപ്പെട്ടു. അപ്പം നമ്മൾ ദൈവമേ നന്ദി, താങ്ക് ഗോഡ് എന്നെ രക്ഷിച്ചു. ഓക്കെ, നമുക്ക് ഭയങ്കര അസുഖമൊക്കെ വന്നു, ഇപ്പം സിസ്റ്ററിന് ഒരു മുഴ വന്നെന്ന് വിചാരിച്ചോ, അപ്പം ഞാനത് ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ അവർ എന്തോ ക്യാൻസറിൻ്റെ സിംറ്റം ആണെന്നൊക്കെ പറഞ്ഞ് ആ ടെസ്റ്റിന് അയക്കണമെന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് ആ ടെസ്റ്റൊക്കെ വന്നപ്പോൾ ഇല്ല, അത് ജസ്റ്റ് ഒരു മുഴയാണ്, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾക്ക് ആശ്വാസത്തെ എന്നെ രക്ഷിച്ചു പറയാൻ സാധ്യതയില്ല. കടബാധ്യത, ഇങ്ങനെ പല മേഖലകൾ എടുക്കുമ്പോൾ ഒരു സംഭവം ഇങ്ങനെ ഒരു ദുരന്തം വരാൻ സാധ്യത വന്നപ്പോൾ അതിൽ ഒന്ന് മാറി കിട്ടിയപ്പോൾ ദൈവത്തിന് നന്ദി വിളിച്ചു. അങ്ങനെ ഒരു കാരണത്തിന് വേണ്ടി കാത്തിരിക്കരുത്, ദൈവത്തിന് നന്ദി പറയാൻ. ഓരോ ശ്വാസത്തിലും ശ്വാസം പോലെ ഓരോ ശ്വാസത്തിലും ഒരു നന്ദി ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് ഇവിടെ സിസ്റ്റർ നിൽക്കുവാണ്, ഇങ്ങനെ നിൽക്കാൻ ഒരു ഭാഗ്യം തന്നതിന് താങ്ക്സ്. ഓരോന്നിനും താങ്ക്സ് പറയാം. ഈ താങ്ക്സ് പറയുമ്പോൾ, നന്ദി പറയുമ്പോൾ, ശരിക്കും പറയുമ്പോൾ ഒന്ന് നമ്മൾ ദൈവം പറഞ്ഞിട്ടില്ലേ, 1 തെസ്സലോനിക്ക 5:16 പറയുന്നുണ്ട്, എല്ലാ കാര്യത്തിലും ദൈവത്തിന് നന്ദി പറയുവൻ, അതാണ് ഈശോയ്ക്ക് നിങ്ങളെക്കുറിച്ചുള്ള തിരുഹിതം.
അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നതിന് നന്ദി പറയാം. എപ്പോഴും നമ്മൾ കുറ്റപ്പെടുത്തി ഇത്രയും നല്ല മനോഹരമാക്കി ദൈവം സൃഷ്ടിച്ച് കാത്തിരുന്ന് ദിവസമോ 1-2 ദിവസമാണോ 9 മാസം എടുത്ത് ഡിസൈൻ ചെയ്ത് പക്കയാക്കി തന്നപ്പം പറയുവാണ് ഇത് ശരിയല്ല എന്ന് പറഞ്ഞാൽ മഹാമോശമല്ലേ? ഓക്കെ, നമ്മൾ നന്ദി പറയുന്നു. അതാ ഈശോ ആഗ്രഹിക്കുന്നത്, നന്ദി പറയുന്നു. അപ്പോൾ ഓരോ ശ്വാസത്തിലും നമ്മൾ വെറുതെ നന്ദി പറയുന്നു. ഇപ്പം നടക്കുവാണ്, അതേമേ നല്ല കാലുകളൊക്കെ തന്ന് സ്ട്രോങ് ആക്കി അതിന് താങ്ക്സ്. ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള ഒരു ഇരിപ്പിടം തന്നു, ഇതിനൊക്കെ എൻ്റെ വീട്ടിലില്ല പക്ഷെ ഇവിടെ കാണാനൊക്കെ പറ്റി, തൊടാൻ പറ്റി, താങ്ക്സ്. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്തുമാത്രം കാരണങ്ങളാവുള്ളത് അല്ലേ ദൈവത്തിന് നന്ദി പറയാൻ. നന്ദി പറയുമ്പോൾ എൻ്റെ മക്കളെ നമ്മുടെ ഉള്ളിൽ പോസിറ്റിവിറ്റി കൂടും. ഓക്കെ, നമ്മുടെ ഫോക്കസ് കുറച്ചുകൂടി നല്ല ഷാർപ്പനാവും, നല്ല പോസിറ്റീവ് ആകും. ഓക്കെ, നമ്മൾ കേട്ടിട്ടില്ലേ, ആങ്സൈറ്റി, ഡിപ്രഷൻ, സ്ട്രെസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പരമാവധി കുറയും. ഇത്തരം അസ്വസ്ഥതകളൊന്നും വരാൻ സാധ്യത കുറവാണ്. മാത്രമല്ല എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവർ കാം, കൂൾ, സമാധാനമുള്ളവരായിരിക്കും. മാത്രമല്ല ഈ മോഹൈശ്വര്യമൊക്കെ കൂടും. അപ്പോൾ ചെയ്യില്ലേ, ഇതാണ് 2ാമത്തെ ടിപ്പ്. അപ്പോൾ 1ാമത്തെ ടിപ്പ് എന്താ? ദൈവത്തിന് എപ്പോഴും നന്ദി പറയണം. കുഞ്ഞു കാര്യങ്ങൾക്ക് നന്ദി പറയണം 2ാമത്തെ ടിപ്പ്. 1ാമത്തേത് പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നിറയ്ക്കണം. 3 ദിവസമെങ്കിലും മക്കൾ പ്രാക്ടീസ് ചെയ്തോ എല്ലാം ശരിയായി വരും. ഓക്കെ, ഇനി 3ാമത്തേത് നമുക്ക് വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒരു നല്ലൊരു പ്രാർത്ഥന പറഞ്ഞു തന്നിട്ടില്ലേ, സമാധാനത്തിൻ്റെ പ്രാർത്ഥന. എൻ്റെ ദൈവമേ, എന്നെ ഒരു സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും, ദ്രോഹമുള്ളിടത്ത് ക്ഷമയും, അന്ധകാരമുള്ളിടത്ത് പ്രകാശവും, നിരാശയുള്ളിടത്ത് പ്രത്യാശയും, സന്താപമുള്ളിടത്ത് സന്തോഷവും കൊണ്ട് നിറയ്ക്കണേ. ഓക്കെ, അപ്പോൾ ആ പ്രാർത്ഥന ക്ഷമിക്കുമ്പോഴാണ് നിങ്ങൾ ക്ഷമിക്കപ്പെടുന്നത്, മരിക്കുമ്പോഴാണ് ഞങ്ങൾ നിത്യജീവിതത്തിലേക്ക് ജനിക്കുന്നത്. അങ്ങനെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രാർത്ഥനയുണ്ട് മക്കൾ. അതൊന്നും എല്ലാ ദിവസവും ഇങ്ങനെ അർത്ഥം മനസ്സിലാക്കി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം ആ സാഹചര്യത്തിൽ ഇടപെടും. മറ്റുള്ളവർക്ക് നമ്മളിലുള്ള വിശ്വാസം കുറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മളിൽ വിശ്വസിക്കണം. നമ്മൾ ഡിസൈൻ ചെയ്ത ഗ്രേറ്റസ്റ്റ് ആർക്കിടെക്റ്റായ ദൈവത്തിൽ വിശ്വസിക്കണം. ഈ 2 മതി. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കും നമ്മളൊരു പുലിക്കുട്ടിയാണ്, ഒരു സിംഹമാണ്. സിംഹമാണെങ്കിൽ ഇങ്ങനെ വാടിയല്ലോ നിൽക്കുന്ന ഇങ്ങനെ. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് ചുരുക്കി പറഞ്ഞു തരട്ടെ. ഇന്ന് നമ്മൾ സംസാരിച്ചത് നമ്മളെപ്പോഴും നല്ല ജില്ലായിരിക്കാൻ. ഓക്കെ, അതായത് വേണമെങ്കിൽ ഒരു മനുഷ്യനെ ഇങ്ങനെ ലോ ആവറേജിൽ ജീവിക്കാം. ഓക്കെ, ലോ ആവറേജ്, ഇത് ആവറേജ്. ഓക്കെ, എബവ് ആവറേജ്, ഗുഡ്, എക്സലൻറ്റ്, എക്സംഷണലി ഗുഡ്, ഈ ലെവലിൽ ജീവിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണം? ലോ ആവറേജിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, അങ്ങനെ തന്നെ ആയിരുന്നാൽ മതി. ആവറേജ് ഓക്കെ, ഇച്ചിരിയൊക്കെ ചെയ്യുന്നു. ഗുഡ്, എക്സംഷണലി ഗുഡ് ആണെങ്കിൽ നമുക്ക് അതിന് മുകളിലുള്ള ദൈവത്തിൻ്റെ കരം ചേർത്ത് പിടിച്ച് നമ്മളിൽ തന്നെ വിശ്വസിച്ച് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളുടെ ഫീൽഡിൽ നിന്ന് ഔട്ടായി പോകാൻ സാധ്യത കുറവാണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി എന്താ സിസ്റ്റർ പറഞ്ഞേ? നമ്മുടെ ചിന്തകളെ ശരിയാക്കണം, നമ്മുടെ വാക്കുകളെ ശരിയാക്കണം. ഓക്കെ, പ്രഭാഷകന്റെ പുസ്തകം 37 പറയുന്നത് എന്നാ? ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം. ഓക്കെ, അപ്പോൾ ചിന്തകളെ ശ്രദ്ധിക്കുക, കാരണം അത് വാക്കുകളായി മാറും. വാക്കുകളെ ശ്രദ്ധിക്കുക, അവ ശീലങ്ങളായി മാറും. ശീലങ്ങളെ ശ്രദ്ധിക്കുക, അത് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തും. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി സിസ്റ്റർ പറഞ്ഞ ടെക്നിക്സ് എന്താ? 1, പർപ്പസ്ഫുള്ളി നമ്മൾ ഒരു 3 ദിവസം പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അതായത് നെഗറ്റീവ് കയറി വരും മക്കളെ, ഡോണ്ട് വറി, അത് വരും. അപ്പോൾ ഇത് 2, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചോ. നെഗറ്റീവ് ഒരു ജീവിതത്തിൽ ഇങ്ങനെ കയറി നിൽക്കരുത്. ഒരു ദിവസത്തിലെ 24 മണിക്കൂർ എടുക്കുമ്പോൾ കൂടുതൽ ചിന്തിക്കുന്നത് നെഗറ്റീവ് ആകരുത്. ഉദാഹരണം 10 ടൈം പറയുവാണ് എനിക്കിഷ്ടമില്ല, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ ശരിയല്ല. എന്നാൽ ഇത് പറയണം ഞാൻ മിടുക്കനാണ്, ഭാഗ്യമാണ്, ഞാൻ ഒരു ദിവസം തെളിയിക്കും, എന്നെ കൊണ്ട് പറ്റും, ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും, അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കും ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ദിവസം വരും എനിക്ക്. ഇങ്ങനെ പറയുന്നത് കയറി നിൽക്കണം. കണ്ടോ, നെഗറ്റീവ് ഉണ്ട്, പക്ഷെ അതുക്ക് മേലെയാണ് പോസിറ്റീവ്. ഓക്കെ, 2ാമത്തേത് എന്താ പറഞ്ഞത്? നന്ദി പറയാൻ ഒരു കാരണം കാത്തിരിക്കരുത്. ഏത് സമയവും ഏത് കാര്യത്തിനും ഓരോ ചുവട് വയ്ക്കുമ്പോഴും ജസ്റ്റ് ശ്രമിക്കുക. ഒരു 3 ദിവസം നന്ദി പറഞ്ഞ് ജീവിക്കുക. അത് നമ്മുടെ പോസിറ്റിവിറ്റി കൂട്ടും, നമ്മുടെ മുഖൈശ്വര്യം കൂട്ടും, നമ്മൾ നല്ല പീസ്ഫുൾ ആയിരിക്കും. ഓക്കെ, 3ാമത് എന്താ പറഞ്ഞാൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പ്രാർത്ഥന നമുക്കൊക്കെ പറ്റുമെങ്കിലും ഒന്ന് ബൈ ഹാർട്ട് ചെയ്യണം. എന്നിട്ട് അതിങ്ങനെ എല്ലാ ദിവസവും ആവർത്തിക്കണം. അർത്ഥം മനസ്സിലാക്കി ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഫീൽഡ് ഔട്ട് ആകാതിരിക്കാം. ഓക്കെ, നമ്മുടെ തീരുമാനമാണ് പ്രധാനം. ചോയ്സ് നമ്മുടെ മുന്നിൽ ഉഷാറായിട്ടെടുക്കണം. എന്താണോ നമ്മളെ തകർക്കാൻ സാധ്യതയുള്ളത് അതിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കണം.
അതാണ് മിടുക്ക്. നമുക്ക് പറ്റും. ശക്തനായ ഒരു ദൈവം ഉള്ളപ്പോൾ എന്തിന് ടെൻഷൻ? മക്കളെ, സിസ്റ്റർ ഇനി പറയാൻ പോകുന്നത് 4ാമത്തെ ടിപ്പാണ്. എന്തിനു വേണ്ടിയാ? നമ്മളെപ്പോഴും നല്ല ഉഷാറായിട്ടിരിക്കാൻ, ഫീൽഡ് ഔട്ട് ആകാതിരിക്കാൻ. സാധാരണ ജീവിതം നയിക്കാൻ ഇതൊന്നും വേണ്ട. പക്ഷെ എക്സ്ട്രാ ഓർഡിനറി, അസാധാരണമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ, നല്ല സ്മാർട്ടായിട്ട് ജീവിക്കാൻ, സന്തോഷത്തോടെ ജീവിക്കാനുള്ള ടിപ്പാണ്. അപ്പം ചെയ്യേണ്ടത് ഉറങ്ങുന്നതിന് മുമ്പ്, അതായത് ഒരു ദിവസത്തിലെ ഒരു ലാസ്റ്റ് ആക്ടിവിറ്റിയാണ്. ഉറങ്ങുന്നതിന് മുമ്പ് മക്കൾക്ക് പെന്നും പേപ്പറും ഒക്കെ കാണുമല്ലോ വീട്ടിൽ, അല്ലെങ്കിൽ ഒരു ഡയറിയൊക്കെ എടുത്ത് വയ്ക്കണം. തുടക്കം ഇത് മസ്റ്റായിട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട. ഒരാഴ്ച നമുക്ക് പേപ്പറും പേനയൊക്കെ വെച്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മൈൻഡിൽ ചെയ്താലും മതി. ഒരു 10 കാര്യങ്ങൾ ഓർക്കണം. ഈ ദിവസത്തിലെ ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾ 10 കാര്യങ്ങൾ ഓർത്ത് ഇങ്ങനെ എഴുതണം. ബുള്ളറ്റ് ഫോമിൽ എഴുതിയാൽ മതി, നീട്ടിയൊന്നും എഴുതണ്ട. 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് 10 കാര്യങ്ങൾ എഴുതണം. എഴുതുമോ? ഇച്ചിരി മടിയൊക്കെ തോന്നും, കാരണം നമുക്ക് ഈ കാലഘട്ടത്തിൽ എഴുതാനൊക്കെ ഇച്ചിരി മടിയാണ്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയൊന്നും കാണില്ലെന്നാണ് സിസ്റ്ററിൻ്റെ വിശ്വാസം. എഴുതുമ്പോൾ എന്താ മക്കളെ, നമുക്ക് ഫോക്കസ് കൂടും. ഒന്ന്, വിശുദ്ധ കുർബാന കാണാൻ പറ്റി. അപ്പോൾ ഈശോയെ സ്വീകരിച്ചു. ഈശോയെ സ്വീകരിച്ചപ്പോൾ ഈശോയെ ഉൾക്കൊണ്ടുകൊണ്ട് ഈശോയുടെ പരിമളമായി മാറാൻ, ഈശോയുടെ സ്വഭാവം ഉള്ള ഒരാളായി മാറാൻ തമ്പുരാൻ എൻ്റെ ഹൃദയത്തിൽ വന്നു. അപ്പോൾ ഈ ചങ്കിനകത്ത് ദൈവമുണ്ട്. ഈ ചങ്കിനകത്ത് ഈശോ സ്വീകരിച്ച ഈശോ ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഈശോയെ സ്വീകരിക്കാൻ പറ്റി. അപ്പോൾ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ പറ്റി. ഇനി 2ാമത്തെ കാര്യം, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല സൂപ്പറായിരുന്നു. നല്ല പൂരിയും നല്ല ചൂടോടുകൂടി ചായയും, പിന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി. ദൈവമേ, താങ്ക് യു. ഇനി 3ാമത്തെ കാര്യം, ഇപ്പോൾ എൻ്റെ ഒരു സ്പെഷ്യൽ ഫ്രണ്ടിനെ യാത്രയിൽ വെച്ച് കാണാൻ പറ്റി. ട്രെയിൻ യാത്രയ്ക്കിടെ ഒരു ഫ്രണ്ടിനെ കാണാൻ പറ്റി. ദൈവമേ, ആ ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി തന്നതിനൊക്കെ താങ്ക്സ്. ഇനി നമ്മളിനി വേറെ ചിന്തിക്കുവാണ്. ഇന്ന് ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്ത ടീച്ചർ വന്നില്ലെന്ന് വിചാരിക്കുക. കണക്ക് ടീച്ചർ വന്നില്ല. നമ്മൾ വേണമെങ്കിൽ ചിലപ്പം ടീച്ചറിന് വയ്യായ്മയായിരിക്കും, നമുക്കറിയില്ല. നമ്മൾ പറയണം, ഈശോയെ, നമ്മുടെ ഉള്ളിൽ നമുക്ക് ഒരു നന്ദി വരുമല്ലോ. ഈശോയെ, താങ്ക് യു. ഇന്ന് ടീച്ചർ വരാത്തത് കൊണ്ട് വെറുതെ ഇരിക്കാനും അങ്ങനെ ഫ്രണ്ട്സുമായിട്ടൊക്കെ കമ്പനി അടിച്ച് സംസാരിക്കാനൊക്കെ പറ്റി. താങ്ക്സ്. അപ്പം നമുക്ക് എല്ലാ കാര്യത്തിലും നന്ദി പറയണമെന്നല്ലേ ഈശോ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാ കാര്യത്തിലും നന്ദി പറയുന്നു. ഇനി വിചാരിക്കുക, നമുക്ക് ക്ലാസ്സിലെ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് കൊണ്ടുപോയി നമുക്ക് വഴക്ക് കിട്ടി. എന്തിനാണ് നിങ്ങൾ ബാഡ് വേർഡ്സ് പറഞ്ഞു, പിന്നെ സമയത്തിന് ബെല്ലടിച്ചിട്ടും അകത്ത് കയറി വന്നില്ല, നിങ്ങൾ പ്രാഞ്ചി പുറത്ത് നിന്നു, ടീച്ചർ കണ്ടു, നിങ്ങളെ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ സത്യം പറഞ്ഞാൽ അതെന്നാ, നെഗറ്റീവാണോ പോസിറ്റീവാണോ? സാധാരണഗതിയിൽ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം പ്രിൻസിപ്പളിൻ്റെ അടുത്ത് കൊണ്ടുപോയി വഴക്ക് പറഞ്ഞു. ഇതിന് നമുക്ക് എങ്ങനെ പോസിറ്റീവാക്കാം? നമ്മൾ ചോദിക്കുന്നത്, താങ്ക് ഗോഡ്, ഒരുപാട് തവണ ഞാൻ കട്ടടിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ താമസിച്ചാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ഒരു പ്രാവശ്യം എന്നെ പിടിച്ചിട്ടുള്ളൂ. സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയിട്ട് 8 വർഷമായി, ഇന്നേ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് കൊണ്ടുപോയുള്ളൂ. താങ്ക് ഗോഡ്. അതും നമുക്ക് പോസിറ്റീവാക്കി മാറ്റാം. അപ്പം പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോയതിനും നമുക്ക് വാർണിംഗ് കിട്ടിയതിനും താങ്ക് യു. ഇന്ന് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഞാനുമായിട്ട് കട്ടായത്. എന്നോട് കൂട്ടില്ല. മുഖത്ത് നോക്കി പറഞ്ഞു, ഇനി എൻ്റെ കൂടെ നടക്കണ്ട, എനിക്ക് മെസ്സേജ് ഒന്നും വിടണ്ട, എൻ്റെ അടുത്ത് ഇരിക്കണ്ട എന്ന് വരെ പറഞ്ഞു. അപ്പം ഭയങ്കര വിഷമമായി. ഞാനത് മുഖത്ത് കാണിച്ചില്ല, പക്ഷെ ഉള്ളിൽ ഭയങ്കര വിഷമമായി. വൈകുന്നേരം ആയാലും ബെല്ലടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നിച്ചായിരിക്കും ക്യാമ്പസ് വിട്ട് പോകുന്നത്. അപ്പോൾ അവൻ മറ്റു കുട്ടിയോട് ഭയങ്കരമായിട്ട് സന്തോഷിച്ച് കളിച്ച് ചിരിച്ച് പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നു. ഭയങ്കര സങ്കടമാണ്. അപ്പം ഞാൻ ഇവിടെ എങ്ങനെ എഴുതും? ഞാൻ ചിന്തിക്കുകയാണ്, എൻ്റെ ദൈവമേ, ഇത്രയും കാലം എനിക്ക് ആ ഫ്രണ്ടിനെ ഫ്രണ്ട് അരുണിനെ തന്നതിന് താങ്ക്സ്. ഇനി ഒരു ഫ്രണ്ടല്ലേ പോയുള്ളൂ, എനിക്ക് ദൈവം വേറെ ഫ്രണ്ട്സ്, ട്യൂഷൻ ക്ലാസ്സിലും ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഒരു ഫ്രണ്ടല്ല, എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഒന്ന് പോയാലും സാരമില്ല, എൻ്റെ ദൈവം എനിക്ക് പറ്റിയത് തരും, നല്ല ഫ്രണ്ട്സിനെ തരും. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചല്ലോ. അങ്ങനെ പഠിക്കാനൊരു അവസരം തന്നതിനും താങ്ക് യു. എനിക്ക് ഒരു ഫ്രണ്ട്സ് പോയാലും സാരമില്ല ഈശോയെ, നീ എനിക്ക് കുറേ ഫ്രണ്ട്സിനെയൊക്കെ തന്നിട്ടുണ്ടല്ലോ, താങ്ക് യു. അങ്ങനെ ഈവൻ നെഗറ്റീവ് കാര്യങ്ങൾ വരെ നമ്മൾ നന്ദി പറഞ്ഞ് അത് പോസിറ്റീവ് ആക്കണം. രാത്രിയാകുമ്പം പപ്പയും അമ്മയൊക്കെ ഭയങ്കര വഴക്കായിരിക്കും. ചിലപ്പം ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് തമ്മിൽ ഭയങ്കര ദേഷ്യത്തിലൊക്കെ ആയിരിക്കും. അപ്പോൾ ദേഷ്യമൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമില്ല.
വലിയവർ പ്രത്യേകം ശ്രദ്ധിക്കണം, കുഞ്ഞുമക്കളുടെ അടുത്തിരുന്ന് അടിപിടിയൊന്നും കൂടരുത്. അത് അവരിൽ പേടിയുണ്ടാക്കും. നിങ്ങൾ എത്ര കൊടുത്താലും അത് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആക്കി മാറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെ കാണുവാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കത് സങ്കടം വരും. അപ്പോൾ ഞാൻ ഇന്ന് നന്ദി പറയുമ്പോൾ ഞാൻ പറയുവാണ്, പപ്പയും അമ്മയും ഇന്ന് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അതുകൊണ്ട് രാത്രി ഒരു പ്രശ്നമില്ല, ശാന്തമായി ഉറങ്ങാൻ പറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനും നന്ദി പറയുന്നു. പിന്നെ അടുത്തെന്താ നന്ദി പറയേണ്ടത്? ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്ന് വായിക്കാൻ പറ്റി. ഓക്കെ, അതിന് നന്ദി പറയുന്നു. അമ്മ ഇന്ന് വൈകുന്നേരം കുറച്ച് കളിക്കാൻ വേണ്ടി, ഫ്രണ്ട്സുമായിട്ട് കളിക്കാൻ വേണ്ടി അരമണിക്കൂർ എന്നെ കളിക്കാൻ വിട്ടായിരുന്നു. ഓക്കെ, ഈവനിങ്ങിൽ എനിക്ക് കളിക്കാൻ പോകാൻ പറ്റി. താങ്ക് യു. ഇന്ന് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഉറങ്ങിയില്ല, അല്ലെങ്കിൽ എപ്പോഴും ഇച്ചിരി ഉറക്കം വരാൻ സാധ്യതയുണ്ട്. ഞാൻ ഉറങ്ങാതെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഓക്കെ, അപ്പം പ്രാർത്ഥന ഇങ്ങനെ മക്കളെ നമ്മൾ ഓരോന്നായിട്ട് കണ്ടുപിടിച്ച് എഴുതുമ്പം കണ്ടോ സമയം എടുക്കും. എഴുതുമ്പം കണ്ടോ നല്ല കൃത്യമായിട്ട് സംഭവങ്ങൾ വരും. ഓക്കെ, അപ്പോൾ ഇതുപോലെ എഴുതി 10 കാര്യങ്ങൾ എഴുതി, വേണമെങ്കിൽ കുഞ്ഞു മക്കൾക്ക് വേണമെങ്കിൽ അമ്മമാർക്ക് പറയാം, എഴുതിയിട്ട് അമ്മയുടെ ഒപ്പ് ഇവിടെ ഒന്ന് വാങ്ങണം. അമ്മയുടെ അച്ഛൻ്റെ ഒപ്പ് നിങ്ങൾ വലിയവർ ഒരു ഒപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഒരു കണ്ടിട്ട് വെരി ഗുഡ് എന്ന് പറഞ്ഞ ഒരു അപ്രീസിയേഷനൊക്കെ കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി ഉഷാറായിട്ട് അവനോ അവൾക്കോ തന്നെ വിശ്വാസം ഉണ്ടാവും. ഓക്കെ, ഇതാണ് 4ാമത്തെ ടിപ്പ്. എന്തിനാ? നമ്മൾ ഫീൽഡ് ഔട്ട് ആകാതിരിക്കാനുള്ള ടിപ്പാണ്. എപ്പോഴാണ് ചെയ്യേണ്ടത്? ഉറങ്ങുന്നതിന് മുമ്പ്. എന്തുകൊണ്ടാണ് സിസ്റ്റർ ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യണമെന്ന് പറഞ്ഞത്? ഉറങ്ങുന്നതിന് മുമ്പാണ് നമ്മൾ അവസാനത്തെ തോട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്താ വെച്ചാൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ, നമ്മുടെ ബോധ മനസ്സിൽ നമ്മൾ കൊടുക്കുന്ന അവസാനത്തെ ചിന്ത അത് പോസിറ്റീവ് അല്ലേ? അപ്പോൾ ഈ ചിന്തയായിരിക്കും ആ രാത്രി മുഴുവനും നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ബ്രെയിനിലുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം നമ്മൾ 6 മണിക്കൂറോ 8 മണിക്കൂറോ കഴിഞ്ഞ് ഉണരുമ്പോൾ ഇതേ ചിന്ത നമ്മളെ സ്വാധീനിക്കും. ഇനി വിചാരിക്കുക, ഞാൻ കരഞ്ഞാണ് ഉറങ്ങണത്, സങ്കടപ്പെടും, വീട്ടിലെന്നും പ്രശ്നമാണ്, അമ്മ പ്രശ്നം, പപ്പ പ്രശ്നം, വീട്ടിൽ ശരിയല്ല, എന്നും രാത്രി അടിയാണ്, എനിക്കൊന്നും മനസ്സിലാകത്തില്ല, ഇന്നും ടീച്ചർ എന്നെ അടിച്ചായിരുന്നു, തിരുമിയായിരുന്നു, പ്രശ്നമായിരുന്നു, എന്താ ഇങ്ങനെ ചിന്തിച്ച് കരഞ്ഞ് ഉറങ്ങുവാണെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ അവസാനം കൊടുത്ത തോട്ടാണ് കൂടുതൽ നിൽക്കുന്നത്. ഓക്കെ, നമ്മുടെ ബോധ മനസ്സിൽ. അത് പിന്നെ അബോധ മനസ്സിലായിരിക്കും അതിങ്ങനെ സിങ്ക് ചെയ്ത് കിടന്ന് അടുത്ത ദിവസം അതിരാവിലെ എണീക്കുമ്പോൾ ദൈവമേ ഇന്ന് സ്കൂളിൽ പോകണോ, ഇന്നും ട്യൂഷന് പോകണോ, അയ്യോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും. അപ്പോൾ അങ്ങനെ വരരുത്. അതുകൊണ്ട് എപ്പോഴും മക്കളെ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. അതാണ് സിസ്റ്റർ പറഞ്ഞത്. നന്ദി പറയുമ്പോൾ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും, അതുപോലെ ടോപ്പ് ഓഫ് മൈൻഡ് റിലീസ് ചെയ്യും, ബ്രെയിൻ കുറച്ചുകൂടി റിലാക്സ് ആകും, ഹാപ്പി ആകും. ഓക്കെ, അതായിരിക്കണം. അതുകൊണ്ടാണ് ദൈവത്തിന് നന്ദി പറഞ്ഞ് 10 കാര്യങ്ങൾ ഓർത്തെടുത്ത് തമ്പുരാനെ സ്തുതിച്ച് ആരാധിച്ച് നമ്മളങ്ങനെ ഉറക്കത്തിലേക്ക് വീഴുന്നു. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി ചെയ്യില്ലേ? അപ്പോൾ സിസ്റ്റർ 4 കാര്യങ്ങളാണ് പറഞ്ഞത്, ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓക്കെ, എന്തിനാ? കുറച്ചുകൂടി ഉഷാറായിട്ട് ജീവിക്കാൻ, ഇങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ചിറകടിച്ചുയരാൻ വേണ്ടി ചെയ്യേണ്ട കുഞ്ഞു കാര്യങ്ങൾ, കൊച്ചു കാര്യങ്ങൾ വലിയ മഹാസംഭവങ്ങളിലേക്ക് നമ്മളെ നയിക്കും. ഓക്കെ, അപ്പോൾ ഒന്നാണ് നന്ദി പറയുക, രണ്ടാമത്തെ തന്നെ നന്നായി ചിന്തിക്കുക. ഓക്കെ, പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നിറയ്ക്കുക. മൂന്നാമത് എന്താ പറഞ്ഞു? ഫ്രാൻസിസ് അസീസിയുടെ സമാധാനത്തിൻ്റെ പ്രാർത്ഥന നമ്മൾ ദിവസവും മക്കൾക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ ബ്രെയിൻ അത്ര ഷാർപ്പാണ്. ബൈ ഹാർട്ട് ചെയ്ത് ഹൃദയത്തിൽ അത് സ്റ്റോർ ചെയ്യണം ആ പ്രാർത്ഥന. എന്നിട്ട് നമ്മൾ വളരുന്തോറും ആ പ്രാർത്ഥിക്കാനുള്ള ആ രൂപിയും ഒരു ഉഷാറും അതിനോടൊപ്പം വളരണം. ഓക്കെ, അപ്പോൾ ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുന്ന പ്രാർത്ഥനകളെല്ലാം ബൈ ഹാർട്ട് ചെയ്യണം. ബുക്ക് നോക്കി പ്രാർത്ഥിക്കാതെ ഹൃദയത്തിൽ നിന്ന് ചൊല്ലുന്നതാണ് ഏറ്റവും നല്ല പ്രാർത്ഥന. അപ്പോൾ ഏത് സമയത്തും നമുക്ക് കോൺഫിഡൻറ്റോടുകൂടി പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ബുക്ക് അന്വേഷിക്കും. ബുക്കുണ്ടെങ്കിൽ കോൺഫിഡൻറ്റ് വരും, ബുക്കില്ലെങ്കിൽ കോൺഫിഡൻറ്റ് പോകും. അങ്ങനെ ആകരുത്. അപ്പോൾ നമുക്ക് ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ചാലോ? ഈശോയോട് ചേർന്ന്. നമുക്ക് ഈശോയല്ലേ ഉള്ളൂ. നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും മനസ്സിലാക്കുന്ന ഒരേ ഒരാളാണ് നമ്മുടെ ദൈവം. ചിലപ്പോൾ പപ്പയും അമ്മയും മനസ്സിലാക്കില്ല ചില കാര്യങ്ങൾ, അവരുടെ ബലഹീനതകളും സാഹചര്യങ്ങളും വെച്ച് ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ മനസ്സിലാക്കണമെന്നില്ല. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മനസ്സിലാക്കുന്നത് ഒരു ദൈവം നമുക്കുണ്ട്. ഓക്കെ, ആ ദൈവത്തെ ചേർത്ത് പിടിച്ച് നമുക്ക് പ്രാർത്ഥിച്ചാലോ? ഓക്കെ, സിസ്റ്ററിനോടൊപ്പം പ്രാർത്ഥിക്കണം കേട്ടോ. പറയുന്ന പ്രാർത്ഥന ചൊല്ലണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ ഈശോയെ, ഈശോയുടെ സ്വഭാവം എനിക്ക് നൽകണമേ. ഈശോ എന്നെ പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ നീല കുപ്പായത്തിനുള്ളിൽ എന്നും എന്നെ കാത്തുകൊള്ളണമേ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ
വെറുതെ കേട്ട് കളയാതെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഉത്സാഹം എനിക്ക് നൽകണമേ. പരിശുദ്ധാത്മാവെ, എൻ്റെ ശിരസ് മുതൽ പാദം വരെ അങ്ങ് നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ. ഈശോയ്ക്ക് വേണ്ടി, എൻ്റെ കർത്താവായ ക്രിസ്തുവിന് വേണ്ടി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ എന്നെയും എടുത്തുപയോഗിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.